ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. ഇരുമ്പാമ്പുളി ഇട്ട് വെച്ച അയില മീൻകറി. ഇതൊരു നാടൻ വിഭവമാണ്, പക്ഷെ കുറച്ച് മാറ്റങ്ങളോടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ നാടൻ രുചിക്ക് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മീൻകറി. ചട്ടി ചൂടായാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. സാധാരണ ഇതുപോലെ വഴറ്റിയൊക്കെ മീൻകറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ചധികം ചേർക്കും. അതാണ് ശരിക്കും ടേസ്റ്റ്. പിന്നെ ആരോഗ്യമൊക്കെ നോക്കുന്നവർക്ക് വല്ല 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇനി എണ്ണ ചൂടായാൽ നമുക്ക് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികം വേണ്ട. ഉലുവ കൂടുതൽ കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഹാഫ് ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഉലുവയെല്ലാം പൊട്ടി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെളിച്ചെണ്ണയിൽ നന്നായി മൂത്തിട്ട് നല്ല ഫ്ലേവർ വരണം. അതുവരെ നമ്മളിങ്ങനെ വഴറ്റുക. അത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ സവോള ചേർക്കാൻ പാടുള്ളൂ. നമ്മളിതിൽ ഇനി വേറെ ഇഞ്ചി വെളുത്തുള്ളിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല, പക്ഷേ ഈ പേസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് നമ്മൾ ആദ്യം ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കും. അതിലേക്ക് നമ്മൾ ഒരു സവോള ചേർക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ചുവന്നുള്ളി അല്ലേ നല്ലതെന്ന്. ചുവന്നുള്ളി നല്ലതാണ്, പക്ഷെ ഞാനിപ്പോൾ ഒരു മാറ്റം വരുത്തി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സവോള ചേർത്തത്. ഇനി സവോള ഒരുപാട് വാടണ്ട, വെന്താൽ മതി. അപ്പോൾ നമുക്കത് വഴറ്റാം. അതോടൊപ്പം നമുക്ക് 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 മതി, അല്ലെങ്കിൽ പാകത്തിന് പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് 1ഓ 2ഓ വ്യത്യാസപ്പെടുത്തി ചേർത്ത് കൊടുക്കാം. ഇനി സവോളയൊക്കെ വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയും പിന്നെ സാധാരണ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വീതമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് കൊഴുപ്പും കിട്ടും, പിന്നെ കളറും കിട്ടും, എരിവ് അധികം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ വീതം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും മല്ലിപ്പൊടി 2 ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി. മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഒരുപാട് വേണ്ട, എന്നാൽ മല്ലിപ്പൊടി ചേർക്കുകയും വേണം. ഇനി ഈ പൊടികളെല്ലാതും ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊടികളുടെ ഒന്നും കളറ് മാറരുത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്, പക്ഷേ കളറൊന്നും മാറിയിട്ടില്ല. അപ്പം നമുക്കിനി കൂടുതൽ മൂക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇത് ചട്ടി വീണ്ടും ചൂടായാലും നമുക്ക് ഇത് കൂടുതൽ മൂക്കില്ല. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് 1 തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും വഴറ്റുക. ഇതിങ്ങനെ വഴന്ന് ചേരണ്ട, പക്ഷെ നമ്മളിതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി തക്കാളി വേണ്ടാന്നുള്ളവർക്ക് ഈ കറിയിൽ തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിതെല്ലാം ഇങ്ങനെ ചേർക്കുന്നത്, സവോള തക്കാളിയൊക്കെ ചേർക്കുന്നത് കറിയുടെ കൊഴുപ്പ് ഇങ്ങനെ കൂട്ടും. പിന്നെ നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു കപ്പില്ല, കാരണം നമുക്ക് ഇനി വീണ്ടും തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. തേങ്ങാപ്പാൽ ഇപ്പോഴല്ല നമ്മൾ ചേർക്കുക, അവസാനമാണ് ചേർക്കുക. ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത്. അയില തന്നെ വേണമെന്നില്ല കേട്ടോ, എന്ത് മീൻ വേണമെങ്കിലാവാം. പക്ഷെ ഞാൻ ഇവിടെ അയില മത്തി അതെല്ലാതും ഇരുമ്പാമ്പുളിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അയില എടുത്തത്. ഇനി അതൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഇരുമ്പാമ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഇരുമ്പാമ്പുളി ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നല്ല പുളിയുണ്ടല്ലോ ഇരുമ്പാമ്പുളി, അപ്പോൾ അത്രയും മതി. ഇനി ഇതും ഇരുമ്പാമ്പുളിയും മീനും കൂടി ഒന്ന് വേവണം. ഇരുമ്പാമ്പുളിയൊക്കെ പെട്ടെന്ന് വേവും. അത് വെന്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പാകത്തിൽ വേണമെങ്കിൽ ഇതൊരു കറിയാക്കി എടുക്കുക. കുറച്ച് വേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ തൂവിയെടുത്താൽ നല്ല കറിയാണ്. പക്ഷെ നമ്മൾ ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. പക്ഷെ തേങ്ങാപ്പാൽ ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കറിയിൽ ചേർക്കുന്ന പോലെ ഒരുപാട് തേങ്ങാപ്പാലൊന്നും ചേർക്കില്ല. കുറച്ച് ഏകദേശം ഒരു 1/2 കപ്പ്
അരക്കപ്പ് കറക്റ്റ് ഇല്ല, അത്ര തേങ്ങാപ്പാൽ മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തുണ്ടെന്നൊരു തോന്നൽ, പക്ഷേ അത് ഈ കറിക്ക് വളരെ ടേസ്റ്റാണ്. കാരണം മുളകിട്ട കറിയുമല്ല തേങ്ങാപ്പാൽ വെച്ച കറിയുമല്ലാത്ത പോലത്തെ ഒരു ടേസ്റ്റാണ് നമുക്കിത് കിട്ടുക. ഇനി ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേരുന്നത് വരെ 2-3 മിനിറ്റ് തീ കുറച്ച് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഈ കറിയിലേക്ക് ചേരും, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ രുചി മുന്നിട്ട് നിൽക്കും, അതും പാടില്ല. അപ്പോൾ കറി റെഡിയായി. ഞാൻ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള മീൻകറിയായി കാണിക്കും, ഇനിയും പ്രതീക്ഷിക്കുക. കാരണം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മീൻകറികൾ ദിവസം ദിവസം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ന് മീൻകറി കൂട്ടി ചോറും ചെയ്യുക, പക്ഷെ വ്യത്യസ്തമായ രുചിയിൽ കഴിക്കുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് അയില മീൻകറി എന്ന് ഞാൻ പറഞ്ഞാൽ അയില തന്നെ വേണമെന്നൊന്നുമില്ല, എന്ത് മീനിൽ വേണമെങ്കിലും ഇതേ റെസിപ്പി തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മീൻ മാറുന്നതനുസരിച്ച് കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരുന്നത് മാത്രം. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ വളരെ ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ മീൻകറി കൂട്ടി ചോറുണ്ണണം ദിവസവും നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ പരീക്ഷിക്കാം. അപ്പോൾ ഇതും ഉണ്ടാക്കി നോക്കുക. വളരെ വളരെ രുചികരമായിട്ടുള്ള ഒരു മീൻകറിയാണ്. ഇരുമ്പാമ്പുളി ഇട്ട മീൻകറി. ഇരുമ്പാമ്പുളി കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാങ്ങ ഇട്ട് വയ്ക്കാം. പക്ഷെ കുടംപുളി മറ്റേ വാളംപുളി ഒന്നും ഇട്ട് വെച്ചാൽ ഇത്ര രുചി കിട്ടില്ല. പക്ഷെ മാങ്ങ ഇരുമ്പാമ്പുളിക്കൊക്കെ ഏകദേശം ഒരു രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും.